നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും സൗഖ്യമാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന് ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം അനുഗ്രഹകരമായ 25 നോമ്പിലേക്ക് നമ്മളെ പ്രവേശിക്കുവാൻ ഇവിടെ ദൈവത്തിൻ്റെ നമ്മളെ ആകർഷിച്ചുകൊണ്ടെന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ 2014 ഡിസംബർ മാസം 1-ാം തീയതി നമ്മൾ ഈ വ്യാഴാഴ്ച ദിവസം സങ്കേതസമയത്തിലെത്തിയിരിക്കുന്ന ഈ സമയം നോമ്പിൻ്റെ 1-ാമത്തെ ദിവസം എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ ഉപവാസം, പ്രാർത്ഥന, ധ്യാനം, ആരാധന മുതലായവ കർത്താവിന് പ്രസാദകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 25 നോയമ്പായതുകൊണ്ട് 12 മണി വരെയെങ്കിലും ഉപവസിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നടത്തത്തക്ക തരത്തിൽ 12 മണിക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ ആരാധന 12 മണിക്കേ തീരുള്ളൂ. 12 മണിക്ക് വിശുദ്ധ കുർബാന അനുഭവിച്ച് നമ്മുടെ ഉപവാസം അനുഗ്രഹമാകുവാൻ, കർത്താവിന് ജനപ്പെരുന്നാളിനുള്ള ഒരുക്കം അനുഗ്രഹമാകുവാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എല്ലാ ആരാധനകളും, ഇന്നത്തെ എല്ലാ വായനകളും ധ്യാനങ്ങളും ദൈവത്തിന് പ്രസാദകരമാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം നമ്മൾ വായിച്ചു. ആരാധനയും നോമ്പും പ്രാർത്ഥനയും ദൈവത്തിന് പ്രസാദകരമാകുന്ന എപ്പോഴാണ് എന്ന് ഉൽപ്പത്തി 22 നമ്മൾ കേട്ട് കഴിഞ്ഞു. വിശ്വാസികളുടെ പിതാവായി അബ്രഹാം വളർന്ന വഴി നമ്മൾ പഠിക്കുകയായിരുന്നു. അബ്രഹാമിനോട് ആരാധനയുടെ മധ്യത്തിൽ ദൈവം പറഞ്ഞ 2 സന്ദേശങ്ങളുണ്ട്. നീ എന്നെ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു, ആശ്രയിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായില്ല. അതിനുമുമ്പ് മനസ്സിലായില്ലേ? എല്ലാം അറിയാവുന്ന ദൈവത്തിന് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താ? നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെ വേണമെന്ന് ഉപയോഗിക്കുക. അബ്രഹാമിന് ദൈവത്തെ സ്നേഹിക്കുന്നെന്നും സ്നേഹിക്കുന്നില്ല എന്നും തെളിയിക്കുവാൻ ഒരവസരമാണ് അവിടെ ലഭിച്ചത്. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നുണ്ട്. ദൈവം ഇല്ലെന്ന് പറയാൻ വരുന്ന സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തോട് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ദൈവേഷ്ടം വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിനൊക്കെ ഒത്തിരി സ്വാതന്ത്ര്യമുള്ളപ്പോൾ നീ മാത്രം മതി, നിൻ്റെ ഇഷ്ടം മതി, നീയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തെളിയിച്ച് കഴിയുമ്പോഴാണ് ദൈവം പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഓരോ ആരാധനയും കഴിയുമ്പോൾ കർത്താവ് അങ്ങനെ പറയും, നമുക്ക് കർത്താവിന് എന്തുമാത്രം സ്നേഹമുണ്ടെന്നുള്ളത്. അപ്പോൾ സ്നേഹം അളക്കുന്ന ഒരു മീറ്റർ കർത്താവിൻ്റെ ഉണ്ട്. എന്താ? വിദ്യുശക്തി അളക്കുന്ന ഒരു മീറ്റർ മെയിൻസ്വിച്ചിലിരിപ്പുണ്ട്, മെയിൻസ്വിച്ചിൻ്റെ അടുത്ത്. എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ ഒരു മീറ്റർ ഉണ്ട്. ഭർത്താവിന് എന്തുമാത്രം സ്നേഹമുണ്ട്, ഇന്നലെ എത്രയായിരുന്നു, ഇന്ന് എത്രയുണ്ട്, കൂടിയോ കുറഞ്ഞോ, എല്ലാ ദിവസവും മീറ്റർ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹം, നാത്തൂന്മാർ തമ്മിലുള്ള സ്നേഹം, അയൽവക്കംകാർ തമ്മിലുള്ള സ്നേഹം, ഇതെല്ലാം അളന്നു കുറിച്ചുകൊണ്ടിരിക്കുക. മീറ്റർ ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കും. സ്വർഗത്തിലുണ്ട് മീറ്റർ. അപ്പം നമ്മുടെ ഇന്നത്തെ മീറ്ററിൽ ദൈവത്തോടാണ് ഏറ്റവും അധികം സ്നേഹം എന്ന് ഇപ്പം എങ്ങനെയാണ് തെളിയിക്കുന്നത്? എല്ലാത്തിനെയും കഥയും കർത്താവിനെ സ്നേഹിക്കുന്നു തെളിയിക്കണം. അതെങ്ങനാ? ഏറ്റവും അധികം സ്നേഹിച്ച വസ്തുവിനെ വെളിപ്പെടുത്തി വയ്ക്കുമ്പോഴാണ് അത് ആരാധനയാകുന്നത്. ആരാധന എന്നുള്ള വാക്ക് ഇന്നത്തെ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലുണ്ട്. എത്ര വാക്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊന്ന് വായിച്ചാട്ട്. അബ്രഹാം പറഞ്ഞു തൻ്റെ കൂടെ കൊണ്ടുപോയ ദാസരോടൊക്കെ താഴെ ഇരുന്നിട്ട് മലയിലോട്ട് കയറാൻ തന്നെ, നിങ്ങളൊക്കെ എവിടെ ഇരുന്നു, ഞാനും ബാലനും കൂടെ അല്ലെങ്കിൽ വയ്യും മോനും കൂടെ ആരാധിക്കാൻ പോകാമെന്ന് പറയും. അപ്പോൾ ആരാധിക്കാൻ പോകുമ്പോൾ പലരെയും നമ്മൾ അകറ്റി നിർത്തേണ്ടി വരും. കഴുതയും കുതിരയും ദാസരും അവർക്ക് ഇത് ചുവന്നുകൊണ്ടൊക്കെ കൂടെ വരാനേ പറ്റുള്ളൂ. ആരാധിക്കാൻ ആരും കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരം ഒരു കഴുതയാണ്. അതിനും ആരാധിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് ഇങ്ങനെ വല്ലതൊക്കെ ചുമക്കാനോ നടക്കാനോ ഒക്കെ അതിനെ അറിയാവും. അപ്പം നമ്മൾ ഈ കഴുതയും കൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. പക്ഷേ അതിനെ എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെ ഇല്ല. അതിനെ താഴ്വരയെ നിർത്തണം. അപ്പോൾ ആരാധന സ്ഥലത്തിൻ്റെ താഴ്വരയുണ്ട്.
താഴ്വര വരെ നമ്മൾ എത്തിയിരിക്കുക. കഴുതയുണ്ട് കൂടെ. ഏതാ? ശരീരക്കഴുത. ശരീരക്കഴുതയെ നമുക്ക് താഴ്വരെ നിർത്തിയിട്ട് ഇനി ബോധവിചാരഹൃദയമണ്ഡലം സ്വർഗത്തിലോട്ട് കയറി പോകണം. അതിനാണ് എല്ലാ ആരാധന മധ്യത്തിൽ ബോധവിചാരഹൃദയമണ്ഡലം സ്വർഗത്തിൽ എത്തണമെന്ന് പറയും. ശരീരത്തിന് ഇടം വരെ വരാനേ ഉള്ളൂ. അവിടെ ഇരുന്നോട്ടെ, കഴുതയുടെ നിന്നോട്ടെ, അതിന് ഇത്രയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഈ താഴ്വരയിൽ വിശ്രമിപ്പിച്ചിട്ട് ഇരുത്തിയിട്ട് ബോധവിചാരഹൃദയമണ്ഡലം സ്വർഗത്തിലേക്ക് കയറിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കേണ്ടത് എന്താണ്? ബലിപീഠത്തിൽ വെക്കേണ്ടത് എന്താണ്? നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളെയും വസ്തുക്കളെയും കാര്യങ്ങളെയും ആണ് സമർപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുമോ അത്? അപ്പോഴേ ആരാധനയ്ക്ക് കൊണ്ടുവരുന്ന ദാസനെയും കഴുതയൊക്കെ ഒരിടത്ത് നിർത്തി പിന്നെയും കയറി ചെന്ന് ബലിപീഠം ഉണ്ടാക്കി ബലിപീഠത്തിൽ തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ബാലനെ കെട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കും. അതാണ് നോമ്പും പ്രാർത്ഥനയും. അപ്പോൾ 25 നോമ്പ് പ്രമാണിച്ച് ബലിപീഠത്തിൽ വെക്കാൻ വല്ലതും കയ്യിലുണ്ടോ? ഏറ്റവും പ്രിയപ്പെട്ടത് വേണം വെക്കാൻ. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം പരിശുദ്ധമാണ്, അത് കൂദാശയാണ്, അത് ദൈവം അനുഗ്രഹിച്ച് തന്നതാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഭയങ്കര സ്നേഹമാണ്, അത്യാവശ്യമാണ്, ദൈവം പറഞ്ഞതുമാണ്. പക്ഷെ നോമ്പ് തുടങ്ങുന്ന ഇന്ന് ഭാര്യയെ ബലിപീഠത്തെ വെക്കണം, ഭർത്താവിനെയും ബലിപീഠത്തെ വെക്കണം, പിള്ളേരെയും ബലിപീഠത്തെ വെക്കണം, സുഹൃത്തെ ബലിപീഠത്തെ വെക്കണം, എല്ലാം ബലിപീഠത്തെ വെക്കണം. എങ്കിലേ ബലിപീഠത്തിൽ ആരാധന കഴിയുമ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇത്രയും നാളായിട്ട് ഏതെങ്കിലും നോമ്പ് കഴിഞ്ഞ് ഏതെങ്കിലും കുർബാന കഴിഞ്ഞ് കർത്താവ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കുർബാന കഴിഞ്ഞെങ്കിൽ ഇന്ന് 12 മണിക്കേ തീരുള്ളൂ. 12 മണിക്ക് ഇന്ന് രാവിലെ ആഹാരം കഴിക്കാതെ വന്നവരെ, ഇന്ന് കുർബാനയിൽ ഉപയോഗിക്കാൻ ഒരുങ്ങി വന്നവരെ, നോമ്പെടുക്കാൻ തീരുമാനിച്ചവരെ, സ്നേഹിക്കുന്ന കാര്യങ്ങളെ മുഴുവനും ബലിപീഠത്തിലെ വെച്ച് നീ മാത്രം എനിക്ക് മതി, എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടിയും ജീവിക്കുന്നതായിരിക്കും, തന്നതിനേക്കാൾ തന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ബലിപീഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുർബാന കഴിയുമ്പം കർത്താവ് നിങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കും. ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നീ സമർപ്പിച്ചതൊക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടിയതല്ല ഞാൻ തന്നുവിടുക എന്ന് പറഞ്ഞ് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചല്ല ബലിപീഠത്തെ വെച്ചത്. പക്ഷേ തിരിച്ചു കൊടുക്കേണ്ടത് ആരുടെ ആവശ്യമായി? ദൈവത്തിൻ്റെ ആവശ്യമായി. ഇതുപോലെ ബലിപീഠത്തിൽ വെച്ചിട്ട് കർത്താവ് തിരികെ തരുന്നതുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ അത് അനുഗ്രഹകരമായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ നോയമ്പ് പ്രമാണിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതിനെല്ലാം ബലിപീഠത്തിൽ വെച്ചിട്ട് നമ്മൾ ബോധവിചാരഹൃദയമണ്ഡലം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മഹത്വവും ശക്തിയും കർത്താവിന് കൊടുക്കാൻ പോവുകയാണ്. കർത്താവ് അത് സ്വീകരിച്ച് സന്തോഷനായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഇന്നത്തെ ആരാധന ഈ നോമ്പ് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. ഒരു നല്ല തുടക്കം പകുതി കാര്യം കഴിഞ്ഞതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം ദിവസം ശരിക്കും നോമ്പെടുക്കാമെങ്കിൽ 25 നോമ്പിൻ്റെ പകുതി കാര്യം കഴിഞ്ഞു. ഇനി ബാക്കി ദിവസം കൂടെ കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞ് ക്രിസ്മസിന് ഇവിടെ വരുമ്പോൾ എനിക്ക് സമ്മതിച്ചിരിക്കുന്നു, ജന്മപ്പെരുന്നാൾ ബെസ്റ്റ് എന്ന് പറയണം. അപ്പോൾ അങ്ങനെ കർത്താവിന് പ്രസാദകരമാകാൻ വേണ്ടി നമുക്കൊന്ന് എഴുന്നേക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നോയമ്പെടുത്ത് വിജയിച്ചവർ, വചനം സ്വീകരിച്ച് കർത്താവിനെ സ്വന്തമായി പ്രാപിച്ചവർ എല്ലാം നമ്മുടെ അടുത്ത് വന്ന് നമ്മൾക്ക് നമ്മളെയും നമ്മുടെ സഭയെയും നമ്മുടെ വീടിനെയും എല്ലാത്തിനെയും നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ഏറ്റിയെല്ലാം ദൈവമേ, അങ്ങയുടെ അരൂപി രൂപം നൽകി വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ സഭയെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ സങ്കേതഭവനത്തെയും നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. അങ്ങേ അറിയാത്ത അനേകം മക്കളിലേക്ക് അവിടുത്തെ രാജ്യം വ്യാപിപ്പിക്കുന്നതിനായി ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഈ സങ്കേതഭവനത്തെയും അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഇതിനായി പ്രവർത്തിക്കുന്നവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഇവിടെ സംഭവിക്കട്ടെ. അവിടുത്തെ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റയച്ച് സകലതയും
തട്ടി ഉണർത്തണമേ. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരെയും ഇവിടുത്തെ സന്ദർശകരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാപ്പെടണമേ. രാജ്യം വരണമേ. എൻ്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എല്ലാ ആവശ്യമുള്ള നിങ്ങൾക്ക് അറിയണമേ. സർക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തിയും നോക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവായ ശിശിയാവാഴ്ത്തപ്പെട്ടവനാകുന്നു. നേർത്തോടെയുമേ എപ്പോഴും ഞങ്ങളുടെ സമയത്തിലും അപേക്ഷിച്ചുകൊള്ളണമേ. ഈ വിശുദ്ധ കുർബാന സമ്പൂർണ്ണ സുവിശേഷ വേലയും സമ്പൂർണ്ണ മധ്യസ്ഥ പ്രാർത്ഥനയുമാണ്. നോമ്പിൻ്റെ ഒന്നാം ദിവസം എന്ന നിലയിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. ആത്മശരീര മനസ്സുകളിൽ ഉള്ളതായ രോഗങ്ങൾ മാറി, അല്ലെങ്കിൽ രോഗങ്ങൾ സഹനീയമാക്കി, വഹിക്കാവുന്ന തരത്തിലാക്കി, വഹിക്കാവുന്ന അളവിലാക്കി, അത് കർത്താവിൻ്റെ കൃപയെ ആസ്വദിക്കാനുള്ള വഴിയായി രോഗത്തെയും പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ കൃപയുടെ വാതിലുകളാക്കി മാറ്റുവാൻ എല്ലാ രോഗികൾക്കും വേണ്ടി ഇപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ഇന്നിവിടെ വരേണ്ട ചിലർ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് വരേണ്ട ചിലർ ആശുപത്രി കിടക്കുന്നു. ഇന്ന് വരേണ്ട ചിലരെ ശുശ്രൂഷയിൽ കൊണ്ട് ചിലരും ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നു. അത് അവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാതനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. 1 തിമോഥെയോസ് 2:1 പറഞ്ഞിരിക്കുന്നു. നിങ്ങളിടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുമെന്ന് യാക്കോബ് 5:13 മുതൽ 15 വരെയുള്ള ഭാഗം ഇന്നിവിടെ അന്വർത്ഥമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ഏറ്റിയല്ല. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നവരെയും അവൻ്റെ നാം വിളിച്ചപേക്ഷിച്ചവരെയും അവിടുന്ന് സുഖപ്പെടുത്തിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ള സൗഖ്യം പ്രാപിച്ചവരോട് ചേർന്ന് നമുക്കും അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റിയല്ല. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് മറുപടി പറയണം. സാപത്തിൽ രോഗശാന്തി നൽകിയ യേശുവേ, അന്ധന് കാഴ്ച നൽകിയ യേശുവേ, ബധിരന് കേൾവി നൽകിയ യേശുവേ, ഊമന് സംസാരശക്തി നൽകിയ യേശുവേ, കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ യേശുവേ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ, പിശാച് ബാധിച്ചവനെ സുഖപ്പെടുത്തിയ യേശുവേ, സെറഫോനിക്കൻ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തിയ യേശുവേ, രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയ യേശുവേ, ശതാധിപന്റെ പുത്രനെ സുഖപ്പെടുത്തിയ യേശുവേ, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ യേശുവേ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ, വിധവയുടെ മകനെ പുനർജീവിപ്പിച്ച യേശുവേ, ലാസറിനെ ഉയർപ്പിച്ച യേശുവേ, മരിച്ചവരെ ഉയർപ്പിച്ച യേശുവേ, കല്ലിൻ്റെ ഉപദ്രവം കൊണ്ട് വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭയങ്കര വേദനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കല്ലിൻ്റെ വേദന കൊണ്ട് വിഷമിച്ച ഒരാൾക്ക് ദൈവം ഇന്ന് സൗഖ്യം കൊടുത്തു. രാവിലെ ഇന്നലെയും സൗഖ്യം കൊടുത്തു. ഇന്ന് മാത്രം സൗഖ്യം കിട്ടിയെന്നറിയാൻ ചെക്കപ്പിന് പോയിരിക്കുക. മനസ്സിലായോ? രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തിരിക്കുക. സൗഖ്യം കൊടുത്ത ആൾ ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ട്. ഇതിനാ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ. കല്ല് പൊടിഞ്ഞിരിക്കുന്നെന്ന് കേൾക്കാൻ, കല്ല് പോയിരിക്കുന്നെന്ന് അറിയാതെ. അപ്പോൾ അങ്ങനെ ഡോക്ടർമാർ അങ്ങനെ ഒരു വേലയും കൂടെ ചെയ്യും. നിന്റെ രോഗം പോയല്ലോ, രോഗം നിന്നെ സൗഖ്യമാക്കിയല്ലോ എന്ന് ആരെ കൊണ്ട് പറയിപ്പിക്കണം? ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കണം. നമുക്ക് രോഗം ഉണ്ടെന്ന് ഡോക്ടർ പറയുന്ന പോലെ തന്നെ രോഗം പോയിരിക്കുന്നതെന്നും പറയേണ്ടതാരാ? അതിന് ആശുപത്രിയിൽ പോകുന്നത് നല്ലതാണ്. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ ആരാധന ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു.
വന്നിരിക്കുന്നവർക്ക് പാപമോചന പ്രാർത്ഥന രോഗശാന്തിക്കുള്ളതായ തൈലാഭിഷേകം നടത്താൻ പോവുകയാണ്. എല്ലാ രോഗങ്ങൾക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എടുക്കാം. പുസ്തകമുള്ളവർക്ക് പുസ്തകം എടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 8, 16-ാമത്തെ വാക്യം. മത്തായി 8-ന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് വന്നിരിക്കുന്നവർക്കും രോഗമുണ്ട്. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും രോഗമില്ലാത്തവരാരുമില്ല. പാപം ഒരു രോഗം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പാപികളായിരിക്കുന്നുണ്ട്. പാപരോഗികളായ നമ്മുടെ രോഗം മാറ്റുവാൻ വേണ്ടി യേശു രോഗം വഹിച്ചു, രോഗം ശീലിച്ചു, രോഗം വഹിച്ചുകൊണ്ട് താൻ ക്രൂശിൽ മരിച്ച് ആ അനുഭവം ഈ ആരാധനയിലൂടെ, ഈ കുർബാനയിലൂടെ നമ്മുടെ സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാണെന്ന് ഒരു വചനമുണ്ട്. സദൃശവാക്യം 17:22. അപ്പോൾ നമുക്കുണ്ടായ അസുഖത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതാണ് ആദ്യം ചെയ്യേണ്ടത്. കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന അസുഖങ്ങൾ അത് നമ്മുടെ ആത്മശരീരമനസ്സുള്ള ശുദ്ധീകരണത്തിന് കൊള്ളാം, അത് ശക്തീകരണത്തിന് കൊള്ളാം, ദൈവനാമ മഹത്വത്തിന് കൊള്ളാം, ദൈവകൃപ ഒഴുകി വരാൻ കൊള്ളാം. ബലഹീനതയിൽ ദൈവത്തിൻ്റെ ബലം വർദ്ധിച്ചു വരുമെന്നാണ്. അപ്പം നമ്മുടെ ബലഹീന വശങ്ങളെ നമ്മൾ കാണിച്ചുകൊണ്ട് നിന്റെ ബലം ഒഴുകി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സന്തുഷ്ട ഹൃദയമാകുന്ന ഔഷധം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എല്ലാത്തിനെയും നല്ല വശം കാണുവാൻ തിരുവചനങ്ങൾ നമ്മളെ സഹായിക്കും. തിരുവചനം നമ്മൾ ശരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യത്തിന് നന്ദി പറഞ്ഞ കർത്താവ് ഇന്ന കാര്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് സുവിശേഷത്തിനാകണം, അത് നിന്നെ സാക്ഷിക്കാനാകണം, അത് നിന്റെ എന്നെക്കുറിച്ചുള്ള ഉദ്ദേശ സഫലമാകാനിടയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്കത് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു പ്രാർത്ഥന നടത്താം. കർത്താവേ, ദാവീദ് പുത്ര, എന്നിൽ കനിയണമേ, രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് 7:21 മുതലുള്ള ഭാഗങ്ങൾ എടുക്കാം. അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേക ഗുഡന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ രോഗസൗഖ്യം കിട്ടിയവർക്ക് അങ്ങനെ ഒരു ജോലിയുണ്ട്. സംശയരോഗികളെ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു പണി നമുക്ക് കിട്ടും. കർത്താവിൻ്റെ വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സംശയരോഗിയായിപ്പോയി. എന്താ കാര്യം? അപ്പൻ്റെ അസുഖം കിട്ടിയതാണ്. അപ്പൻ്റെ എന്നായിരുന്നു പ്രശ്നം? എങ്ങനെ ഈ വയസ്സനായിരിക്കും എനിക്ക് കൊച്ചുണ്ടാകുന്നത്? വയസ്സിയായ എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ കൊച്ചുണ്ടാകുന്നത്? സംശയം. അബ്രഹാമിന് 100-ാം വയസ്സിൽ കൊച്ചിനെ കിട്ടിയെന്ന് പ്രസംഗിച്ചയാളായി പറയുന്നത്. എന്താ, അച്ഛനല്ലേ ഒത്തിരി ധ്യാനം നടത്തിയതാ. ഈ അബ്രഹാമിന് വാസയ്ക്കത്ത് പിള്ളേരെ കിട്ടിയ കാര്യം പറഞ്ഞ് ഒത്തിരി പേരെ ആശ്വസിപ്പിച്ച ആളാണ്. തനിക്കൊരു കൊച്ചുണ്ടാകുന്നു വെച്ചാൽ പയ്യോ ഞാൻ കിളവനാണ് എന്ന് പറഞ്ഞ് മാറിയത്. അപ്പോൾ ഒന്ന് ശിക്ഷിക്കണ്ടേ ആളിനെ? എന്നാ മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഈ കൊച്ചാനെ കണ്ടിട്ട് നീ മിണ്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സംശയരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പള്ളിയിൽ വന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ധ്യാനിച്ചിട്ടും പ്രസംഗിപ്പിച്ചിട്ടും ഒക്കെ സംശയരോഗം പല കാര്യത്തിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ സുഖപ്പെടുത്താൻ നമുക്കൊരു സൗഖ്യം തരും. നീ പോയി അവരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ 25 നോമ്പ് പ്രമാണിച്ച് അങ്ങനെ ഒരു ജോലി തരാൻ പോയി. ഇന്ന് സൗഖ്യം കിട്ടിയവർക്ക് അങ്ങനെ ഒരു ജോലിയുണ്ട്. സംശയരോഗികൾക്കോടെ സാക്ഷ്യം പറയണം. അത് എനിക്ക് ഇന്ന രോഗം സങ്കേത പഠനത്തിൽ പോയി മാറിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ആ സംശയം ഇപ്പം ഇന്ന് വരേണ്ട പലരും വന്നിട്ടില്ല. പലർക്കും വരാൻ വന്നിട്ട് പലരും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വന്നിട്ട് പിന്നെ പിണങ്ങിയിരിക്കുന്നവരുണ്ട്, ഇങ്ങോട്ട് നോക്കാത്തവരുണ്ട്. അവർക്കെല്ലാം അസുഖമാണ്. അപ്പോൾ അവരെ ദൈവം
നീ എവിടെ പോയി ആരോടാണ് ഇത്, ഏത് രോഗിയെ കണ്ടാണ്, ഏത് സംശയ രോഗിക്കാണ് ഞങ്ങൾ സാക്ഷ്യം പറയേണ്ടതെന്ന് ചോദിച്ചേ കിട്ടിയ സൗഖ്യമായി പോകാൻ ഈ അവസരം നൽകും. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ഈ ഒത്തിരി പേര് പോയി സാക്ഷ്യം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ്റെ അസുഖം അങ്ങനെയാണ് മാറിയത്. ആ യോഹന്നാൻ സ്നാപകൻ അങ്ങനെയാണ് രക്തസാക്ഷിയായി മരിക്കാൻ സാധിച്ചത്. അപ്പോൾ സ്ത്രീകൾ ജനിച്ചുള്ള മഹാനായ യോഹന്നാൻ പോലും ഈ അസുഖം വരുമ്പോൾ പിന്നെ ആർക്കാ വരാത്തത്? ആർക്കും വേണമെങ്കിൽ അസുഖം വരാം കേട്ടോ. തോമാസിയായിക്ക് വന്നതല്ലേ. അപ്പോൾ ഈ അസുഖം വന്നാൽ ഉടനെ ഇട്ട് പോവുകയില്ല, അത് കുറേ നാൾ കിടക്കും, അതിന് കാലാവധിയുണ്ട്. അപ്പോൾ ദൈവം ഈ അസുഖം എനിക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുക, വന്നവരെ പോയി ശുശ്രൂഷിക്കുകയും ചെയ്യണം. സമ്മതിച്ചോ? നോമ്പിൻ്റെ ഒരു പരിപാടിയാണ്. അതിന് ഇന്നത്തെ ആരാധന ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് നമ്മുടെ വിശ്വാസം പുതുക്കുന്നതായ സമയം, പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി, പരിശുദ്ധാത്മാവിലും സഭയിലുമുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കിയിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിനോട് ചേരണമെങ്കിൽ കർത്താവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമുക്കുണ്ടായിരിക്കണം. ആ സ്വഭാവം മുഴുവനും നമ്മൾ പകർത്താൻ വേണ്ടി നമ്മൾ കുരിശിൻ്റെ പാതയിൽ സഞ്ചരിക്കുകയാണ്. നമുക്ക് നിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ കർത്താവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവും നമ്മുടെ ഭർത്താവും എൻ്റെ ഇഷ്ടം ഒന്നും നടക്കണ്ട, നിൻ്റെ ഇഷ്ടം മാത്രം. സഹിക്കാൻ മേലാത്ത വേദന വന്നപ്പോൾ മേലാന്ന് പറഞ്ഞു, മാറ്റിവെച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞു. പക്ഷേ അവസാനം ഒരു വാക്കോട് പറഞ്ഞു, എന്നതാ നിൻ്റെ. നമ്മൾ അങ്ങനെ പറയുമോ? നമ്മൾ മേലാന്ന് തോന്നുമ്പോഴേക്കും വലിച്ചെറിഞ്ഞേക്കുക, ഇട്ടേച്ചൊരു പോക്കങ്ങ് പോവുക. അത് അവിശ്വാസമാണ്, അത് അനുസരണക്കേടാണ്. അതുകൊണ്ടാണ് നമുക്ക് കല്യാണത്തിന് പോകാനൊക്കാത്തത്. കർത്താവിൻ്റെ കല്യാണം നീണ്ടു പോകുന്നതിന് കാര്യം നമ്മൾ പൂർണ്ണമായ ദൈവഹിതത്തിന് വഴങ്ങിയിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ നമ്മൾ സമ്മതിക്കും, ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ നമ്മുടെ മുഖം കറക്കും, നമ്മൾ ദൈവത്തോട് മറുതലിക്കും. ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ വേണ്ടി കർത്താവ് കൃപകൾ നീട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കല്യാണം നീട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനും കൂടിയാണെന്ന് വിചാരിച്ച് നമ്മൾ കർത്താവിന് ക്ഷമ ചോദിച്ച് ഇപ്പോൾ യാചിക്കാൻ പോകുന്ന കാര്യം, അബ്രഹാമിന് 100% ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് തെളിയിക്കാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ബലികൊടുത്തി വെക്കാൻ 3 ദിവസം ശരിക്കും ആലോചിക്കണമായിരുന്നു. ഉടനെ കൊല്ലാൻ പറഞ്ഞില്ല, നീ 3 ദിവസം നടക്കെ, മല കയറിയിട്ടൊക്കെ മതി, പയ്യ മതി. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ ദൈവം എനിക്ക് തന്നിട്ട് ഞാൻ തിരിച്ചെടുക്കുന്നത്. മാന്യന്മാർക്ക് ചേർന്ന പണിയാണ് ഈ തിരിച്ചെടുക്കുന്നത്. അല്ല, കൊടുത്തതാ. ദൈവം തമ്പുരാനെക്കുറിച്ച് അബ്രഹാമിന് സംശയം വന്നോ? എനിക്കൊരു മകനെ 100-ാം വയസ്സിൽ തന്നിട്ട് പിന്നെ ഇപ്പം അങ്ങ് തിരിച്ചെടുക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ കുഴപ്പമല്ല, എനിക്ക് ഏതാണ്ട് കുഴപ്പം പറ്റി. അതാ മനസ്സിലായി. എന്താ എനിക്ക് പറ്റിയ കുഴപ്പം? ഞാൻ പണ്ട് വലിയ ഭക്തനായിരുന്നു, ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു, ഒത്തിരി ധ്യാനിക്കുമായിരുന്നു, ഒത്തിരി പ്രാർത്ഥിക്കും, ദൈവശബ്ദം കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതും കുറഞ്ഞു. കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കൂടെയുള്ള കളി ഇരിക്കുകയായി. എൻ്റെ കുഴപ്പമായത്. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെക്കാൾ അധികം കുഞ്ഞിനെ സ്നേഹിച്ചത് ശരിയായില്ല. അപ്പം ഇത് പറഞ്ഞ് ശരിയായത് എന്നെ തിരിച്ചു ചോദിക്കുന്ന ന്യായമാണ്. ഇനിയും ഒത്തിരി കാര്യം തരാനുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയും കിടക്കുന്ന ഒന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അതും കൂടെ അത് കളയാതിരിക്കണമെങ്കിൽ ഇതിനെ കൊടുത്തേക്കാം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ 100-ാം വയസ്സിൽ മകനെ തരാൻ കഴിവുള്ള ആളാണെങ്കിൽ ഈ ആളിനെ ഉയർപ്പിക്കാനും കഴിവുണ്ട്. അഥവാ ചത്താലും വേറൊന്നും ഞാൻ തരാനും അതങ്ങ് നടക്കട്ടെ. അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ ആ കൃപയാണ് നമ്മൾ യാചിക്കുക. ഇപ്പം യാചിക്കാൻ പോകുന്നത് ഈ 25 നോമ്പിൻ്റെ 1-ാം ദിനത്തിൽ ആ കൃപയാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധ കന്യമറിയ ഉറച്ചിരുന്ന കല്യാണം നമുക്ക് മാറ്റി വെച്ചേച്ചാ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ പോയി. അപ്പോഴാണ് യേശു കുഞ്ഞിനെ നമുക്കിങ്ങനെ മാറ്റി വെക്കാൻ വല്ലതും ഉണ്ടോ? ന്യായമായിട്ട് കല്യാണം ഉറച്ചോ കേട്ടോ, അല്ല ചുമ്മാ അവർ രണ്ടുപേരും ഓടിപ്പോകാൻ തീരുമാനിച്ചൊന്നുമല്ല. ന്യായമായിട്ട് അപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും ഒന്നിച്ചുകൂടി ന്യായമായിട്ട് ആ വിവാഹ നിശ്ചയം നടത്തിയത്. അതെന്താ മാറ്റി വെക്കേണ്ടി വന്നത്? അപ്പം അതിനേക്കാൾ വലിയൊരു കാര്യം വന്നപ്പോൾ അത് മാറാമെന്ന് ഒരു വിഷമവും. അപ്പം ഇസാഖിനെ ബലികഴിച്ച പോലെ തന്നെ ഒരു ബലിയായിരുന്നു മാതാവ്. എനിക്ക് യോസേപ്പ് അച്ചായനെ വേണ്ട, കല്യാണവും വേണ്ട, എനിക്ക് യേശു മതി. അങ്ങനെ നമ്മൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു തെളിയിക്കാൻ സാധിക്കൂ. അപ്പം അതുകൊണ്ട് അത് നമ്മളിപ്പോൾ യാചിക്കുകയാണ്. ഈ അബ്രഹാമിന് 75-ാം വയസ്സ് കൊച്ചിനെ കിട്ടിയിരുന്ന എങ്ങനെ ഇരുന്നേനെ? കുഴഞ്ഞു പോയേനെ. ഈ കൊച്ചനെ മറുതലിച്ചേനെ. 35-ാം വയസ്സ് കിട്ടിയിരുന്നെങ്കിലോ കുറച്ചുകൂടെ കുഴഞ്ഞു പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഈ കൊച്ചനെ ഈ അപ്പനുമായി സഹകരിക്കണമെങ്കിൽ ഈ 100-ാം വയസ്സിൽ അപ്പൻ്റെ സകല സ്ഥാപിത താല്പര്യങ്ങളും തകർന്ന് അങ്ങനെ ദൈവ ഇഷ്ടം പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു പയ്യനെ കിട്ടിയാലേ അബ്രഹാമിന് വിജയിക്കാനൊക്കെ ഉള്ളൂ. അല്ലെ അബ്രഹാം പോകാതെ. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഈ 100-ാം വയസ്സിൽ കിട്ടിയ മകനെയും സ്നേഹിക്കുന്നവനെയും ബലികരിക്കാൻ തനിക്ക് ധൈര്യം കിട്ടി, വിശ്വാസം കിട്ടി, പ്രത്യാശയും ദൈവസ്നേഹവും കിട്ടിയത് കൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാൻ സാധിച്ചത്.
പക്ഷെ നേരത്തെ ഉള്ള അച്ഛന്മാർ വല്ലതാണ് എന്നെ പറഞ്ഞതെന്നറിയാം. ഈ ദൈവത്തെ എനിക്ക് വേണ്ട, വാക്കുമാറുന്ന ദൈവം, നരബലി ആവശ്യപ്പെടുന്ന ദൈവം, ഈ ക്രൂരനായ ദൈവത്തെ എനിക്ക് വേണ്ട. ഇത് അപ്പന് ഭ്രാന്ത, ഭക്തിഭ്രാന്ത്. ഈ ഭ്രാന്തിന് ഞാൻ കൂട്ടു നിൽക്കുകയില്ല. വയസ്സുകാലത്ത് കിട്ടിയ കൊച്ചൻ ആ വീട് സംരക്ഷിക്കേണ്ട എൻ്റെ ചുമതലയാണ്. അപ്പനും അമ്മയും എപ്പോഴും ആകുന്നതെന്ന് എനിക്കറിയാം. അടുത്ത തലമുറ വേണ്ടേ? അതുകൊണ്ട് ഞാൻ അപ്പൻ ഇത്ര വലിയ ബലിയഴിക്കാൻ കൊതി അപ്പനെ ഞാൻ ബലിയഴിച്ചേക്കാം. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി അപ്പനും അമ്മയും കൊണ്ട് ഞാൻ ജീവിച്ച് അടുത്ത തലമുറ നിലനിൽക്കേണ്ടത്. ഇതൊക്കെ ന്യായമല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ആ അവിശ്വാസിയായി അന്ധവിശ്വാസിയായിട്ടോ നിരീശ്വരവാദിയായിട്ടോ ഈ യോസേപ്പിന് ഈ ഇസാക്കിന് വേണം പോകാമായിരുന്നു. പോയില്ല. അപ്പൻ്റെ ദൈവം എൻ്റെയും കൂടെ ദൈവം. അപ്പൻ പറഞ്ഞതിനെ ഞാനും അനുസരിക്കുന്നു. ഇതാ കെട്ടിക്കോ എന്ന് പറഞ്ഞ് കൈകാലുകൾ കെട്ടപ്പെട്ട് ബലിപീഠത്തിലേക്ക് വെച്ചു കൊടുക്കപ്പെട്ടപ്പോൾ അപ്പനും മോനും ഒരേ പൊരുത്തമുള്ളവരായി തീർന്നു. മനപ്പൊരുത്തം, വിശ്വാസപ്പൊരുത്തം. അതുകൊണ്ടാണ് ഇന്ന് അബ്രഹാമിൻ്റെ ഇസാക്കിന് യാക്കോബിന് ദൈവമായ ദൈവം ഇപ്പോഴ്. അപ്പോൾ നമ്മുടെ പേരിൽ ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ് ഇന്നടത്ത് ഇന്നയാളുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? 25 നോമ്പ് ശരിക്കും നോക്കാമെങ്കിൽ ക്രിസ്മസിന് കർത്താവ് പല വീട്ടിൽ പ്രത്യക്ഷപ്പെടും. ഇന്ന വീട്ടിലെ ഇന്നയാളുടെ ദൈവമാണ് വന്നിരിക്കുന്നതെന്ന് പറയും. അതിനിടയാകട്ടെ. അതുകൊണ്ട് അങ്ങനെ കർത്താവിന് നമ്മുടെ നാമത്തിൽ അറിയപ്പെടാൻ ആഗ്രഹമുണ്ട്. അത് യാചിക്കാൻ പോകുക. അതിനുള്ള തടസ്സമായി നിൽക്കുന്ന അവിശ്വാസങ്ങളോടും അത്യാഗ്രഹങ്ങളോടും തന്നിഷ്ടങ്ങളോടും യാത്ര പറയുവാൻ ഞാനിതാ ക്ഷമ ചോദിക്കുന്നു. സഹോദരങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെന്നോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിസ്സാരമായ 25 നോമ്പിൻ്റെ 1-ാം ദിനത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾ നോക്കുന്ന ഉൾക്കാഴ്ചകൾ പ്രാർത്ഥനയും ധ്യാനവും ആരാധനീയമായി മാറി ദൈവം തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാക്ഷ്യം നമുക്കിന്ന് കിട്ടണം. ദൈവത്തിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? അത് എവിടെയാണെന്ന് നിങ്ങൾ വായിച്ചത് ഓർമ്മയുണ്ടോ? റോമർ 8-ന്റെ എത്രാമത്തെ വാക്യമാണ്? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. അത് രഹസ്യമായി കിട്ടേണ്ട ഒരു സാക്ഷ്യമാണ്. ആ രഹസ്യമായ സാക്ഷ്യം കിട്ടിയാലേ പരസ്യമായി ദൈവാത്മാവ് എല്ലാവരും കേൾക്ക സാക്ഷ്യം പറയുള്ളൂ. അത് കഴിഞ്ഞാൽ ശത്രുക്കൾ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയും, മിത്രങ്ങൾ സാക്ഷ്യം പറയും, നമ്മുടെ കൂടെയുള്ളവർ സാക്ഷ്യം പറയും. ഇങ്ങനെ ഒത്തിരി പേര് സാക്ഷ്യം പറയാനുണ്ട്. നമ്മൾ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ യേശു നമ്മളെക്കുറിച്ചും സാക്ഷ്യം പറയണം. ഇതാ സാക്ഷാൽ ഇസ്രായേലിന് ഒരാളെക്കുറിച്ച് പറഞ്ഞു സാക്ഷ്യം പറഞ്ഞില്ലേ? നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. സാക്ഷാൽ ഇസ്രായേലിനാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? സാക്ഷാൽ സത്യക്രിസ്ത്യാനിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ ആ സാക്ഷ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം പൂർണ്ണമായി പ്രാപിപ്പാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റോമർ 8-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവിന്റെ സാക്ഷ്യം പറയുന്നത്. ആ വാക്യം പറഞ്ഞാട്ടെ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചിട്ട് ജഡസ്വഭാവത്തെ കുരിശിക്കുന്നവരാകണം. അന്നേരം അതിനുശേഷം അതെ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്ത അവനുള്ളവൻ അല്ല. അപ്പോൾ കർത്താവിന് സ്വന്തമാകണം, കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അത് കഴിഞ്ഞാൽ ആത്മാവ് താൻ നമ്മുടെ ആത്മാവിന് സാക്ഷ്യം പറയുന്ന എത്ര വാക്യത്തില്ല? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് പറയുന്നത് ദൈവത്തിൻ്റെ മകനാ മകളാ എന്ന് പറയും. എത്ര വാക്യമാണ്? അതൊന്ന് വായിച്ചാട്ടെ. ആ, അതെത്രാം വാക്യമാണ്? അതെത്രാം വാക്യമാണ്? അതും എല്ലാവർക്കും ചേർന്ന് പറയാം. ഒന്ന് നോക്കിയാട്ടെ. ആ പുസ്തകം ഒന്ന് എടുത്താട്ടെ. പുസ്തകം ഉള്ളവരൊന്ന് എടുത്തിട്ട് റോമാലേഖനം 8-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് എന്നോടും കൂടെ ദൈവാത്മാവ് ആ സാക്ഷി ഒന്ന് പറയാൻ എന്താ തടസ്സം എന്നാന്നറിയാൻ വേണ്ടിയാ, ആ അനുഭവം ഉണ്ടാകാൻ വേണ്ടി അത് വായിക്കുന്നത്. അപ്പം പൗലോസിയായിക്ക് ആ സാക്ഷ്യം കിട്ടി, പൗലോസിയായിക്ക് കിട്ടി, തോമാസിയായിക്ക് കിട്ടി, അനേകർക്ക് കിട്ടി, മാതാവിന് കിട്ടി. നമുക്കും ആ ഒരു സാക്ഷ്യം വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയണം നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ്. ആ സാക്ഷ്യം കിട്ടിയാലേ പേടി മാറുകയുള്ളൂ. മനസ്സിലായോ? അല്ല വേദോസിൽ എഴുതിയത് കണ്ടുകൊണ്ട് മാത്രം പേടിയൊന്നും മാറുകയില്ല. വേദോസിൽ എന്നാക്കെ എഴുതിയിരിക്കുന്നു, പേടിക്കേണ്ട എന്തുമാത്രം പറഞ്ഞു നമുക്ക് പേടി മാറിയോ? ദൈവാത്മാവ് നമ്മളോട് പറയണം. വേറെ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ടെലഗ്രാം അടിക്കുന്ന കാലത്ത്, ടെലഗ്രാം ഉള്ള കാലത്ത് ടെലഗ്രാം ഓഫീസിൽ ഓരോ ആശംസകൾ ഇങ്ങനെ 1 2 3 4 എന്ന് കോഡായിട്ട് എഴുതിയിട്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? പൈസ ലാഭിക്കാൻ വേണ്ടി. ഇത്ര നമ്പർ കോഡെന്ന് പറഞ്ഞാൽ മതി, ഏറ്റവും ചിലവ് പറഞ്ഞ് നമുക്ക് സന്ദേശങ്ങൾ അയക്കാം. എന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് സന്ദേശം അയക്കണമെങ്കിൽ ഇത്ര നമ്പർ കോഡെന്ന് പറഞ്ഞ് നമ്പർ മാത്രം വളരെ ചിലവ് പറഞ്ഞ് ആ കോഡ് പറയാം, നിങ്ങൾ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ്. അപ്പം അങ്ങനെ ആ സന്ദേശം കൊടുക്കണമെങ്കിൽ ആ കോഡ് നമ്പർ കോട്ട് ചെയ്യണം.
പക്ഷെ ആ കോഡ് അവിടെ എഴുതിയിരിക്കുന്ന ഒത്തിരി പേര് വായിക്കുന്നുണ്ട്. എല്ലാവർക്കും വല്ല സന്തോഷമുണ്ടോ? അവിടെ എഴുതിയിട്ടിരിക്കുന്ന കണ്ടാൽ ആർക്കും ഒന്നുമില്ല. പക്ഷേ ഒരാൾക്ക് ഇങ്ങനെ ഒരു കല്യാണ പന്തലിലേക്ക് ഒരു കമ്പി അടിക്കണമെന്ന് തോന്നി പോയി ഇത്രാം നമ്പർ കമ്പി അടിച്ചാൽ അവർക്ക് സന്തോഷം കിട്ടുമെന്ന് അറിഞ്ഞാൽ അത് കോട്ട് ചെയ്ത് കഴിയുമ്പോൾ, അത് കിട്ടിക്കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ഭർത്താവിനാ കിട്ടുന്ന ഭാര്യ കണ്ടോടി എനിക്കിങ്ങനെ കമ്പി അടിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ, അവൾക്ക് സന്തോഷം, എൻ്റെ പ്രിയൻ കമ്പിയൊക്കെ അടിക്കുന്ന ആരാട്ടൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായി സന്തോഷിക്കുക. ആ സന്തോഷമൊക്കെ ഉണ്ടാകാൻ കാര്യം എന്നാ? നമ്പർ കോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന പുസ്തകത്തിലെ ഇന്ന അധ്യായത്തിലെ ഇന്ന വാക്ക് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്. അങ്ങനെയാ ഏതെങ്കിലും വേദവാക്യം കോട്ട് ചെയ്ത് കർത്താവ് കമ്പി അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ? പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് കമ്പി അടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കൊരു കമ്പി വേണം. ആ കമ്പി വാചകമാണ് ഇത് മുഴുവനും. ഏതോത്സവത്തിലെ വാക്യങ്ങൾ മുഴുവൻ കമ്പി വാചകങ്ങളാണ്. അത് ദൈവാത്മാവ് പറയണത് ഇത്രാം പുസ്തകത്തിലെ ഇത്രാം അധ്യായത്തിലെ ഇത്രാം വാക്യം ഞാൻ നിനക്ക് തരുന്ന സന്ദേശമാണ് എന്ന് പറയാമെങ്കിൽ അത് നമ്മുടെ അനുഭവമായിരിക്കും. പരിശുദ്ധ കന്യാമറിയാനോട് പറഞ്ഞാ കന്യ ഗർഭിണിയായ മകനെ പ്രസവിക്കും എന്നുള്ള വാക്യം നീ ഒത്തിരി വായിച്ചില്ലേ? അത് ഇന്ന് നിന്നൊക്കെയുള്ള കമ്പിയാ. ഏതാ? സ്വർഗത്തിലെ ആ കമ്പ്യൂട്ടറിൽ കൂടെ പരിശുദ്ധ ദൂതൻ വന്ന് പറഞ്ഞതേ യെശയ്യാ 7:14. അതുപോലെ ജനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തില് ആ സ്ത്രീയും ആ കന്യയെ നീ തന്നെയാ എന്ന് പറഞ്ഞപ്പോഴാണ് കന്യ ഞാൻ ഇതിന്റെ ഇഷ്ടം പോലെ എനിക്ക്. അതുപോലെ ദൈവാത്മാവ് നമ്മളോട് അതിനാ വേദോസം കൊണ്ടു നടക്കുന്നത്. വേദോസം വായിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കുന്നില്ല, ചുമ്മാ വായിച്ചു തീർത്തിട്ടൊന്നും കാര്യമില്ല, ചുമ്മാ എഴുതിയെടുത്തോണ്ട് കാര്യമില്ല. ഇത് ഇന്ന ദിവസം ഇന്ന ഇത്രാം തീയതി ഇന്ന സമയത്ത് ദൈവാത്മാവ് എനിക്ക് തന്ന സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവമായിരിക്കും. അനുഭവമുള്ള കാര്യം ദൈവം പറയുള്ളൂ. ഈ വേദോത്സവത്തിലെ വചനങ്ങളെല്ലാം എന്തെങ്കിലും നമുക്ക് അനുഭവമാകുന്ന, അതിന് എന്താണ് ഇത് അനുഭവമാകുന്നതെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയും വേണം. ആരാധനയിൽ അത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഏതാ വാക്യം എന്ന് കേൾക്കട്ടെ? 16 അങ്ങനെയാ പറയുന്നത്, താൻ ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് പറയൂന്നാ പറഞ്ഞത്. അതിന് പ്രാർത്ഥിക്കണം. അതിനായി നോമ്പ് 25 ആയിക്കോട്ടെ, കർത്താവ് 25 പങ്കെടുക്കുകയാണ്. ഇന്ന് 12 മണി ഞങ്ങൾ ഉപവസിക്കുകയാണ്, ഇന്ന് കുർബാന അനുഭവിക്കാൻ പോവുക. ഇതൊന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. എപ്പോഴാണ് നമ്മൾ ദൈവമക്കളാകുന്നെന്നുള്ള കാര്യം യോഹന്നാൻ 1:12 പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. പക്ഷെ അധികാരം നമ്മൾ പ്രയോഗിക്കുന്നുണ്ടോ? ആ അവകാശം നമ്മൾ ഭാവിച്ചിട്ടുണ്ടോ? 100% യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ 100% ഈ ദൈവത്തിന്റെ വചനമായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ആ വചനത്തിന് മാംസം ധരിക്കുവാൻ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരം ജീവൻ മിശ്രിത ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയാണെങ്കിൽ, ആ സമർപ്പണം പൂർത്തീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്ന് അത് നിന്നോട് പറയും, ഇപ്പോൾ നിന്റെ ശരീരം കർത്താവിന്റെ ശരീരമാണ്, നിന്റെ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നു. അത് നമ്മളോട് സാക്ഷ്യം പറയും, മറ്റുള്ളവരോട് സാക്ഷ്യം പറയും, കാണുന്നവരോടൊക്കെ സാക്ഷ്യം പറയും. പരസ്യമായൊരു ശുശ്രൂഷ കിട്ടുമ്പോൾ ആരാധന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പറയും, നിന്നെ ഇന്ന കാര്യത്തിന് പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. പട്ടംകൊടയുടെ സമയത്ത് ശമാസനും അച്ഛനുമായിട്ടൊരാൾ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മഹാപുരോഹിതന് കയ്യെ പിടിച്ച് മധുവായിലോട്ട് കയറ്റിക്കൊണ്ടു പോവുക. നിന്നെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു, അതെല്ലാവരും കേൾക്കുക. എന്നാൽ രഹസ്യമായി വീണ്ടും ജനത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് കർത്താവ് നമ്മളോട് പറയും, നിന്നെ കർത്താവ് ഇപ്പോൾ മകനായി മകളായി സ്വീകരിച്ചിരിക്കുന്നു. ഈ 2 സാക്ഷ്യവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ രഹസ്യമായ സാക്ഷ്യം കിട്ടി വളർന്നതിന് ശേഷം ആ പരസ്യമായ സാക്ഷ്യം, അതിനുശേഷം ശത്രുക്കൾ നമ്മളെ സാക്ഷിക്കും. ഇങ്ങനെ പലതരം സാക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം തരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഈ കൃപായുഗത്തിൽ ആയുസ് നീട്ടി തരുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, പരിശുദ്ധ കന്യമറിയാം രഹസ്യമായി ഒത്തിരി നാൾ വചനം വായിച്ച വചനത്തിങ്കിൽ വിറച്ച് കടാക്ഷിച്ച് ദൈവകരുണയ്ക്കായി കാത്തിരുന്നു. രഹസ്യമായി പരിശുദ്ധ കന്യമറിയാമിനെ ദൈവപദ്ധതിക്ക് വേണ്ടി ദൈവാത്മാവ് മാറ്റിയിട്ടതുകൊണ്ടാണ് ദൈവദൂതൻ വന്നപ്പോൾ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് അത് ശ്രദ്ധിച്ച് സംശയങ്ങളെല്ലാം തീർത്ത് സമർപ്പണം പുതുക്കി ആ പരിശുദ്ധ മാതാവ് കർത്താവിൻ്റെ അമ്മയായി മാറി. നമുക്കിത് സാധിക്കും. ഈ വർഷത്തെ 25 നോയമ്പിലെങ്കിലും നമുക്ക് യേശു കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ വരണം. യേശു കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് വരണം. നമ്മുടെ യേശു കുഞ്ഞിനെ എല്ലാവരും കാണണം. അതിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ മാതാവിനോട് ചോദിച്ച് യേശു ക്രിസ്തുവിനെ 100% കൈക്കൊള്ളുന്ന കൃപ ഞങ്ങൾക്ക് കൂടി ഒന്ന് വേണം. ഞങ്ങൾക്ക് കൃപയിൽ നിറയണം. ആർക്കാണ് കൃപ കിട്ടുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 6:24 പറഞ്ഞിട്ടുണ്ട്. ആ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപ ഇരിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യം ഒരു ആശംസയാണ്. ഈ അക്ഷയ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നതാ?
ക്ഷയമില്ലാത്ത സ്നേഹം. ക്ഷയമില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നതാ? എല്ലാ കാര്യവും കർത്താവിനോട് ചോദിച്ച് ചെയ്യണമെന്നാണ്. കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ 14:21 പറയുന്നു. എല്ലാ കാര്യവും കർത്താവിനോട് ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അതുകൊണ്ടാണ് സംഗതി. അപ്പോൾ സ്നേഹക്കുറവുണ്ട്. ആ സ്നേഹക്കുറവ് കൂടിയാണ് കൈവശവും ക്ഷുദ്രവും കൂടോത്രമൊക്കെ കയറി വരുന്നത്. ഇതൊക്കെ നമുക്ക് ആരാ ഇത് ചെയ്യുന്നത്? തപ്പി നടക്കുന്നത് നമ്മൾ തന്നെയാണ് ചെയ്തത്. നമ്മൾ സ്നേഹമില്ലാതെ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ക്ഷുദ്രത്തിനും കൈവശത്തിനും മത്സരത്തിനും ഒക്കെ കയറി വരാനുള്ള പഴുത. അല്ല ആരെങ്കിലും ഏതാണ്ട് ചെയ്യുന്ന പറഞ്ഞ് തപ്പി നടക്കേണ്ട നമ്മളെ തപ്പിയാൽ മതി. അവർ 25 നോയമ്പ് പറഞ്ഞാൽ സത്യകുമ്പസാരം നടത്തണം. കർത്താവ് നിന്നോട് ചോദിക്കാതെ ഞാൻ ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട്. അത് സ്നേഹക്കുറവാണ്. അത് പിശാചിനറിയാം. അവൻ അതിലൂടെ കയറി കഴിഞ്ഞ് വരും. 100% സ്നേഹം ഉണ്ടെങ്കിലേ നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ള സാക്ഷ്യം കിട്ടുകയുള്ളൂ കാര്യം. നമ്മൾ അബ്രഹാമിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അബ്രഹാമിന് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സാക്ഷ്യം കിട്ടിയത്? ഈ ഇസ്ഹാക്കിന് വിറകും ചുവന്നുകൊണ്ട് പോകുന്ന പ്രായം വരെ അവനെ വളർത്തിക്കഴിഞ്ഞ. ഇസ്ഹാക്ക് വിറകും ചുവന്ന ആൾ തൻ്റെ ഇടം ഉള്ള ആളാണ്. അപ്പോൾ എത്ര വയസ്സ് കാണും വിറക് ചുവന്നുകൊണ്ട് പോകണമെങ്കിൽ? 10-15-16 വയസ്സെങ്കിലും കാണില്ലേ? വിറക് ചുമക്കാനുള്ളതല്ലേ അതൊന്നും ഒരു കൊച്ചിനെ വളർത്തി. അങ്ങനെയുള്ള തൻ്റെ ഇടയായ നല്ല ചുറുചുറുക്കോടെ ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ തീർക്കാനും ഇതേ ആട്ടുമുട്ടിയൊക്കെ ചോദിച്ചില്ലേ? ബലി കഴിക്കാൻ ആട് വേണോ ഈ പയ്യനോട് ആര് പറഞ്ഞു? ഇതിനു മുമ്പ് ഇതുപോലെ ഒത്തിരി ആട് ബലി കഴിച്ച് പരിചയമുണ്ട് അവർക്ക്. ഈ അപ്പൻ്റെ കൂടെ ബലി കഴിക്കാൻ പോയി പരിചയമുണ്ട് മോനെ. ഈ പ്രാവശ്യം മാത്രം ആടില്ല. അത് ദൈവം കരുതിക്കോളൂ എന്ന് പറഞ്ഞു. അത് ഇവൻ തന്നെയാണെന്ന് കേട്ടപ്പോൾ അവൻ വിധം മാറിയോ? അപ്പൻ എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ കൊല്ലാനാണ് ഈ പണിയൊക്കെ ചെയ്തത്, ഈ ദൈവത്തെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേനെ. പറഞ്ഞോ? ഇല്ല. ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ ആടായിക്കോട്ടെ, ദൈവേഷ്ടം അങ്ങനെ നടക്കട്ടെ. ആ ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി ഇടം കൊടുത്തതായ ആ മകനെ കിട്ടിയത് 100-ാം വയസ്സിൽ മോനെ കിട്ടിയതുകൊണ്ടാണ്. നേരത്തെ കിട്ടാഞ്ചിൻ്റെ കാര്യം മനസ്സിലായോ? നമ്മുടെ പിള്ളേരനുസരിക്കാത്തതിൻ്റെ കാര്യം എന്നാ? നേരത്തെ ആയിപ്പോയി. എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞ് കയറിയെടുത്തു. അപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളോടൊന്ന് ചോദിച്ചാട്ട്, കല്യാണം കഴിക്കാൻ കൊതിയായിരുന്നു, കർത്താവ് പറഞ്ഞ സമയത്താണോ കെട്ടിയത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിശേഷമുണ്ടോ എന്ന് ചോദ്യം കേട്ടും അടുത്ത ഒരു വിശേഷം വേണമെന്നായി. പക്ഷെ ദൈവത്തോട് ചോദിച്ചാണ് വിശേഷം ഉണ്ടായേ? അല്ല, മാനക്കേട് മാറ്റാൻ വേണ്ടി കുഞ്ഞിനെ വാങ്ങിച്ചു. അത് അസമയത്താണെങ്കിൽ ഇപ്പം അറിയാം വിശേഷം. എന്താ? അവൻ മറുതലിക്കുന്നു, പറഞ്ഞാൽ കേൾക്കുന്നില്ല. നമുക്ക് ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നു, വചനം ലംഘിക്കുന്നതിൻ്റെ കാര്യം അസമയത്താണ് കാര്യം നടന്നിരിക്കുന്നത്. ദൈവത്തോട് ചോദിച്ചല്ല. അപ്പോൾ ദൈവം അനുവദിച്ചാണ് വിവാഹബന്ധം, ദൈവം അനുവദിച്ചാണെങ്കിൽ അതും ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യാമെങ്കിൽ ദൈവം കൂടെ വരും. അപ്പം അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ലഭിക്കും. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ, ദൈവത്തോടുകൂടി അല്ലാതെ ജഡത്തിൻ്റെയും സ്വയത്തിൻ്റെയും സംതൃപ്തിക്ക് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിച്ചെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് 25 നോമ്പ് എടുത്തുകൂടെ? അങ്ങനെ ആട്ടെ, 25 നോമ്പ് അങ്ങനെ ആട്ടെ, ശരി 25 നോമ്പ് എടുത്തേക്കാം. ഞങ്ങൾക്ക് അന്ന് ഇതൊന്നും ഒത്തില്ല. ഇന്ന് അതിൻ്റെ പുറകോട്ട് പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് സ്വയത്തിൻ്റെയും ജഡത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ആത്മാവിനെ ഞങ്ങളാണ് പറഞ്ഞു വിട്ടത്. ക്ഷമിക്കണം. ഞങ്ങളതുകൊണ്ട് ഈ വർഷത്തെ നോമ്പ് ശരിക്കും എടുത്തേക്കാം. അത് ദൈവം സന്നിധിച്ചതിൻ്റെ ക്രിസ്മസിന് പറയണം, നീ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് മനസ്സിലായി. നിന്റെ മകൻ്റെ ശാപം ഞാൻ മാറ്റിയിരിക്കുന്നു, നിന്റെ മകളുടെ ശാപം മാറ്റിയിരിക്കുന്നു. അവരനുസരണമുള്ളവരായി നിനക്ക് അവസാനം വെള്ളം തരുന്നവരാകട്ടെ എന്ന് ആശംസിച്ചാൽ മതി. ഈ പിള്ളേർ അവസാനം വെള്ളം തരണമെങ്കിൽ അവർ ആ സമയത്ത് വേണ്ടേ നമ്മുടെ അടുത്ത്? അപ്പോൾ ആ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഈ നോമ്പ് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. അബ്രഹാമിനെ അത്രയും താമസിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്. എന്നാൽ അബ്രഹാമിനും സാറായിക്കും അക്ഷമയുള്ള കാലം ഉണ്ടായിരുന്നു. എന്നാ എത്രാമത്തെ വയസ്സിലാണ്? കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാറായിക്കും അബ്രഹാമിനൊക്കെ ചെറിയൊരു സംശയം, ഇനി പണി പറ്റുമോ, വേറെ പണി വല്ലതും നോക്കണോ എന്നൊക്കെ തോന്നി. സാറ ഒരു കാര്യം പറഞ്ഞു, അച്ചായോ എന്നെക്കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലേ, അതുകൊണ്ട് വേലക്കാരത്തെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അതൊന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. അത് പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇത്രയും നാളായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു തെളിയിക്കാത്തതിൻ്റെ കാര്യം നമ്മളുടെ ബലഹീന നിമിഷത്തിൽ നമ്മുടെ സ്വയത്തിൻ്റെയും ജഡത്തിൻ്റെയും ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന പിശാച് നമ്മളെ കൊണ്ട് പലതും പറയിപ്പിച്ചിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്നേരം പ്രാർത്ഥിക്കാൻ മറന്നു കാണും, പ്രാർത്ഥിക്കാൻ തോന്നിക്കാണുകയില്ല. അങ്ങനത്തെ ആ പരീക്ഷയ്ക്കും ആ പാപത്തിനും കൂടെ പരിഹാരം വരുത്താൻ വേണ്ടി നമുക്ക് ഈ 25 നോമ്പ് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചുള്ള അബ്രഹാമിന് 86 വയസ്സായിരുന്നു. 86-ാമത്തെ വയസ്സിൽ 85-ാമത്തെ വയസ്സിൽ
അബ്രഹാമിനും സാറായിക്കും ഉണ്ടായ ബലഹീനത എന്തായിരുന്നു? ഹാഗാറിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. എങ്കിലും കർത്താവ് ഹാഗാറിനെ ഇസ്മായിലിനെ തള്ളിക്കളഞ്ഞോ? ഇല്ല. അവരെ വളർത്തി, അവരെ അനുഗ്രഹിച്ചു. അവർ കൊടുത്ത അനുഗ്രഹം തന്നെ എവിടെ? 16 അധ്യായം 8 വാക്യത്തില ഈ ഹാഗാറിനെ ഇറക്കി വിടേണ്ടി വന്നു. അവളെ ഓടിച്ചു വിട്ടു. അവൾ ഗർഭിണിയായി ആ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന സമയത്ത് അവിടെ ദൂതൻ വരിക. എന്നാ പറഞ്ഞു? 8 വാക്യത്തിലാണ് ഹാഗാറിന് അനുഗ്രഹം കൊടുക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയുന്നത്. 10 മുതൽ യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ എണ്ണുവാൻ കഴിയാത്ത വിധം അത്യധികമായി വർദ്ധിപ്പിക്കും. യഹോവയുടെ ദൂതൻ വീണ്ടും അവളോട്, നീ ഗർഭിണിയാകുന്നുവല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേട്ടിരിക്കുന്നത് കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേര് വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായിരിക്കും, എല്ലാവരുടെയും കൈ അവനും എതിരായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ അടിപിടി വിടുന്നതിൻ്റെ കാര്യം എന്നാ? ആ സമയത്തുണ്ടായ പിള്ളേരുണ്ട്, അവർ തമ്മിൽ അടിക്കും. എന്താ? അപ്പം അതുകൊണ്ട് അതൊരു ഓർത്തോണം ഇക്കാര്യം. അപ്പോൾ ഈ കർത്താവ് ഈ ഇസ്മായേലിനെ ശരിക്കും അങ്ങ് മുതലെടുത്ത് കുരിശ് ഫാക്ടറി നടത്താൻ. കുരിശ് ഫാക്ടറി നടത്താൻ ബോധമില്ലാത്തവർ വേണ്ടേ? സ്വയബോധവും പരബോധവും ദൈവസ്നേഹവും ഇല്ലാത്തവർക്കുണ്ടേ കുരിശുണ്ടാക്കാനും പോകും. അപ്പം ഇന്ന് ലോകത്തിൽ കുരിശുണ്ടാക്കുന്നവരാരാ? ആ സമയത്തുണ്ടായ ഇസ്മായേലുമാരാ. ഇസ്മായേലിനെ വളർത്തിവിട്ട ഹാഗാറുമാരുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുമാത്രം ഹാഗാറുണ്ട്, എന്തുമാത്രം ഇസ്മായിലുണ്ട് നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഹാഗാറിനെ ഇസ്മായിലിനെ പുറത്താക്കി അവരെ നല്ല ശീലം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ സഹിക്കുവാൻ, സഹനവഹന സഹായ ലേഹ്യം വാങ്ങിക്കാൻ വേണ്ടി ഈ നോമ്പ് കേട്ടെ. എന്താ? അതുകൊണ്ട് ഇന്ന് വരെയായും ഈ ഇസ്മായിലും ഹാഗാറും പോയിട്ടുണ്ടോ? ഹാഗാർ ഇസ്മായിലും അവർ ചത്തെങ്കിൽ അവരുടെ മക്കൾ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട്. ലക്ഷക്കണക്കിനുണ്ട്, കോടിക്കണക്കിനുണ്ട്. അവർ അറേബ്യൻ നാട് മുഴുവൻ അവരല്ലേ? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവരല്ലേ? ക്രിസ്ത്യാനികളെ കൊല്ലുന്നവരല്ലേ? ദൈവം തന്നെ അവരെ വളർത്തിവിട്ടിരിക്കുക. എന്തിനാ? നീ നല്ല ശീലം പഠിച്ചു എല്ലാം എന്നോട് ചോദിച്ചോക്കെ ചെയ്യാവോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഞാൻ വളർത്തേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മളെ നല്ല ശീലം പഠിപ്പിക്കാൻ അവരെയൊക്കെ പിശാചുക്കളെ ഇട്ടിരിക്കുക. കത്തിക്കുന്നതിന് മുമ്പേ അവരും പോയി വേല ചെയ്തോളാൻ പറഞ്ഞോട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പിശാചായാൽ ഉടനെ ഒന്നും കത്തിക്കുകയൊന്നുമില്ല. ഇങ്ങനെ ഒത്തിരി കുരിശ് ഫാക്ടറി നടത്തി കഴിഞ്ഞാൽ മാത്രമേ വിടുകയുള്ളൂ. ഒത്തിരി പേർ കുരിശുണ്ടാക്കിയിട്ടേ നമ്മളെ വിടുകയുള്ളൂ കേട്ടോ. അമ്മായിയമ്മയായാലും മരുമകളായാലും നാത്തൂനായാലും വിചാരിച്ചോ ഉടനെ ഒന്നും ചാകുമെന്ന് വിചാരിക്കണ്ട. ഒത്തിരി നാൾ കുരിശ് ഫാക്ടറി നടത്തി ശാപം ശരിക്കും കുന്നുകൂടിയതിന് ശേഷമേ വിടുകയുള്ളൂ. എന്താ? അപ്പോൾ ഇത് എതിലേ പോയാലും ദൈവം എല്ലാവരെയും വഹിക്കുന്നയാളാ സഹിക്കുന്നയാളാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കായൻ കൊലപാതകനായെങ്കിലും കായന് മുദ്ര വെച്ച് നിന്നെ ആരും കൊല്ലുകയില്ലെന്ന് പറഞ്ഞു. നോക്കണം എന്തൊരു സ്നേഹമാണ്. കായനെ കൊന്നേക്കാനല്ല പറഞ്ഞത്, നിന്നെ ആരും കൊല്ലാതിരിക്കാൻ ഏതെങ്കിലും തോട്ടത്തിൻ്റെ കിഴക്കുവശത്ത് ഒരു പ്രത്യേക പട്ടണത്തിൽ നീ സുഖമായി ജീവിച്ചോളാൻ പറഞ്ഞു. ആരും തുടരുതെന്ന് മുദ്രയും വെച്ചു. അപ്പം ഈ കളയ്ക്കും വളയിടുന്ന ദൈവം കൊയ്ത്തോളം അവനും വളരട്ടെ. അങ്ങനെ ഈ ദൈവം തമ്പുരാൻ ഇങ്ങനത്തെ ഒരു ദീർഘക്ഷമയുള്ള ആളായതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ആഗാറിനോടും അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ഒക്കെ പറഞ്ഞ കാര്യം നമ്മളോടും കർത്താവ് പറയുന്നുണ്ട്. ഇതിലേതാ നമുക്കിപ്പോൾ നിവൃത്തിയായിരിക്കുന്നത് മനസ്സിലാക്കി എല്ലാത്തിനും നന്ദി പറഞ്ഞ് പരിശുദ്ധ മാതാവിനെ പോലെ പൂർണ്ണമായി അടിയറ വെക്കാമെങ്കിൽ, കീഴടങ്ങാമെങ്കിൽ യേശു നമ്മൾ ജനിച്ചു വന്ന് ഇതിനെല്ലാം ഇത് കുരിശ് നമ്മളെ ഉയർപ്പിൻ്റെ അനുഭവമാക്കാം. അപ്പോൾ കർത്താവിന് കിട്ടിയ കുരിശിനെ കർത്താവ് ഉയർപ്പിൻ്റെ അനുഭവമാക്കി അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോയി. ഇത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ സഹനവഹന സഹായ ലേഖനത്തിൻ്റെ ഡോസ് കൂട്ടാൻ പോവുക. കാര്യം തന്നെ ഹാഗാറുമാരും ഇസ്മായിലുമാരും ഒത്തിരി നമ്മളെ പീഡിപ്പിക്കും. അവരുടനെ ഒന്നും മാനസാന്തരപ്പെടുകയില്ല. നമ്മൾ മാനസാന്തരപ്പെടുന്ന എളുപ്പം. മനസ്സിലായോ? അപ്പോൾ അതിന് ഇതൊക്കെ സഹിക്കണമെങ്കിൽ സഹനവഹന സഹായ ലേഹ്യം വേണം. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയത് 38 അനാഥർ താമസിക്കുന്ന ഒരു അനാഥ മന്ദിരത്തിലേക്കാണ്. 38 പേരും മാനസിക രോഗികളാണ്. ഈ മാനസിക രോഗികളെ നോക്കുന്ന ഒരു അച്ഛൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. മാനസിക രോഗികൾക്ക് ഒരു മാസം 2 ലക്ഷം രൂപ ചിലവുണ്ട് വരെ നോക്കാൻ. മരുന്നിന് തന്നെ 1 ലക്ഷം വേണം. മയക്കുമരുന്ന് കൊടുത്താലേ ഇവരെ അടങ്ങിയിരിക്കുകയുള്ളൂ. ഈ മാനസിക രോഗികൾക്കെല്ലാം മയക്കുമരുന്ന് കൊടുക്കണം, ആഹാരം കൊടുക്കണം, അവരെ പൂട്ടിയിടണം, അവർക്ക് TV കാണാൻ TV ഓണാക്കി കൊടുക്കണം. ഇങ്ങനെയാണ് അവരെ വളർത്തുന്നത്. 2 ലക്ഷം രൂപ ഒരു മാസം വേണം. എവിടെയാ? ക്ലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. എല്ലാ ബുധനാഴ്ച അങ്ങോട്ട് അവിടെ നിന്ന് കഞ്ഞി പോകുന്നത്. അപ്പോൾ ഇന്നലെ അവിടെ കൊണ്ട് കഞ്ഞി കൊടുത്തിട്ട് ആ അച്ഛൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്.
ഇത്രയും ചെലവ് ചെയ്താണ് ഇവരെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ മാനസിക രോഗികൾ, നല്ല തൻ്റെയുള്ള മാനസിക രോഗികൾ അച്ഛനൊരു ഇടിയും കൊടുക്കും. അതും കൊള്ളണം. കാരണം ഇവരെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ബോധമില്ല, തൊഴി ഇടിയും കിട്ടുമെന്ന്. അച്ഛൻ്റെ കൈ ഓരോ വേദനിച്ചിരിക്കുക. 2 തരത്തിലും കിട്ടി, പല അടിയും കിട്ടി, ഇടിയും കിട്ടി, ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അപ്പം ഞങ്ങൾ സന്ദർശനം കഴിഞ്ഞ് പോകാൻ നേരത്തെ അച്ഛനെ ഈ മരുന്ന് കൊടുത്തേച്ചാൽ സഹനപകരം സഹാലേഹ്യം ഒരു വലിയ ഡെപ്പി അച്ഛന് കൊടുത്തേച്ചാൽ അച്ഛൻ ഇതൊക്കെ സഹിക്കാൻ, ഇവരെ ശുശ്രൂഷിക്കാൻ അനേകയുടെ പാവശാപങ്ങൾ ഇവർ വഹിക്കുക. മനസ്സിലായോ? അപ്പോൾ സഹായലേഖ്യ വലിയ ഡെപ്പി അങ്ങ് തന്നേക്കാം. രാവിലെ ഉച്ചയ്ക്കുമായിട്ട് ഓരോ സോൺ കഴിക്കണം. വേണ്ടിയവർക്ക് എഴുന്നേക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. സ്വീകരണം